നമസ്കാരം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളായ ഓസ്കാർ പുരസ്കാരം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, ബാഫ്റ്റ പുരസ്കാരം, ഈ 3 പുരസ്കാരങ്ങളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരംഭിക്കാം. ഓസ്കാർ പുരസ്കാരം 2023 പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2023 നൽകിയത്? എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2023 നൽകിയത്? ആദ്യത്തെ പോയിന്റ്. 95ാമത്തെ ഓസ്കാർ പുരസ്കാരം 2023 ആണ് പഠിക്കുന്നത്. 95ാമത്തെ ഓസ്കാർ പുരസ്കാരം 2023 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മികച്ച നടൻ ആരായിരുന്നു? 2023 ഓസ്കാർ പുരസ്കാരം കിട്ടിയ മികച്ച നടന്റെ പേരെന്ത്? മികച്ച നടന്റെ പേരാണ് സുഹൃത്തുക്കളെ ബ്രണ്ടൻ ഫ്രേസർ എന്നാണ് പേര്. ബ്രണ്ടൻ ഫ്രേസർ എന്നാണ് പേര്. ബ്രണ്ടൻ ഫ്രേസർ. അപ്പൊ മികച്ച നടന്റെ പേര് ബ്രണ്ടൻ ഫ്രേസർ. മികച്ച നടന്റെ പേര് ബ്രണ്ടൻ ഫ്രേസർ. ബ്രണ്ടൻ ഫ്രേസർ മണ്ടൻ അല്ല, ഇത് ബ്രണ്ടൻ ആണ്. ബ്രണ്ടൻ ഫ്രേസർ പ്രൊഫസർ അല്ല, ഫ്രേസർ ആണ്. മണ്ടനല്ല, ബ്രണ്ടൻ ആണ്. ബ്രണ്ടൻ ഫ്രേസർ. നടനെ കിട്ടി. നടൻ ബ്രണ്ടൻ ഫ്രേസർ കിട്ടുന്നുണ്ടോ? ബ്രണ്ടൻ ഫ്രേസർ. ദ വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബ്രണ്ടൻ ഫ്രേസറിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി ആര്? മികച്ച നടൻ നമ്മൾ പറഞ്ഞു മണ്ടനല്ല, ബ്രണ്ടനാണ്. ബ്രണ്ടൻ ഫ്രേസർ ആണ്. മികച്ച നടിയുടെ പേര് ഞാൻ ഓർത്തു വെക്കും, മിയ എന്ന് ഓർത്തു വെക്കും. മിയ എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുണ്ട് മലയാളത്തിൽ, അല്ലെ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? സിനിമ ഒന്നും കാണത്തില്ലായിരിക്കും, ഫുൾ ടൈം പഠനമാണല്ലോ, ശ്രദ്ധിക്കും. മികച്ച നടിയുടെ പേര് മിഷേൽ യോ എന്നുള്ളതാണ്. മിഷേൽ യോ കിട്ടിയോ? മികച്ച നടിയുടെ പേര് മിഷേൽ യോ. അതിനെയാണ് മിയ എന്ന് ഓർത്തത് കേട്ടോ. മികച്ച നടിയുടെ പേരാണ് മിഷേൽ യോ. പേര് ഓർത്ത് വെച്ചോണേ. മിഷേൽ യോ എന്നാണ് പേര്. മിഷേൽ യോ. മികച്ച നടിയുടെ പേര് മിഷേൽ യോ കേട്ടോ. ഈ മിഷേൽ യോയുടെ ചിത്രമായിരുന്നു ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണെന്ന് ചോദിച്ചാൽ എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. എവ്രിതിങ് എവ്രിവെയർ ഓൾ at once. ഓക്കെ. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മിഷേൽ യോയ്ക്ക് എന്ത് കിട്ടുന്നത്? മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടുന്നത്. ദ വെയിൽ എന്ന ചിത്രത്തിനാണ് ബ്രണ്ടൻ ഫ്രേസറിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടുന്നത്. മികച്ച ചിത്രം ഏതായിരുന്നു? നടനായി, നടിയായി, ചിത്രം. മികച്ച ചിത്രം ഇത് തന്നെയാണ്, എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച ചിത്രത്തിന്റെ പേര് എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. പറഞ്ഞോണം കേട്ടോ. ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളൂടെ പറയണം. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. 2023 ഏറ്റവും കൂടുതൽ ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് എവ്രിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. 7 പുരസ്കാരങ്ങളാണ് ഈ ചിത്രം നേടിയത്. 7 പുരസ്കാരങ്ങൾ നേടിയപ്പോൾ 2023 ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. സെറ്റ്. ഇനി അടുത്തത് മികച്ച വിദേശ ഭാഷാ ചിത്രം. ആ ചിത്രത്തിന്റെ പേരാണ്, ഒന്ന് ഓർത്ത് വെച്ചോണേ, ഓൾ ക്വയറ്റ് on the western front. All quiet on the western front. മികച്ച വിദേശ ഭാഷാ ചിത്രം. നടനെ നമ്മൾ പറഞ്ഞു, സുഹൃത്തുക്കളെ ഓർമ്മയുണ്ട്. നടിയെ പറഞ്ഞു, ചിത്രം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിന്റെ പേര് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. പഠിച്ചോണം. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിന്റെ പേരാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്.
ഇത് സംവിധാനം ചെയ്ത ആളുടെ പേരാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളുടെ പേരാണ് എഡ്വേർഡ് ബർഗർ. കേട്ടോ, പേര് ഓർത്ത് വെച്ചോണം, എഡ്വേർഡ് ബർഗർ. എഡ്വേർഡ് ബർഗർ. ഇത് സംവിധാനം ചെയ്ത ആളുടെ പേര് എഡ്വേർഡ് ബർഗർ. ബർഗർ അല്ലെ, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായി, കൊള്ളാം, ബർഗർ. പിന്നെ സാൻഡ്വിച്ച് എന്ന് ഓർക്കില്ല, ബർഗർ, എഡ്വേർഡ് ബർഗർ. എഡ്വേർഡ് ബർഗർ. അപ്പോ വിദേശ ഭാഷ ചിത്രമായി. ഇനി അടുത്തത് മികച്ച ഡോക്യുമെന്ററി ചിത്രം. മികച്ച ഡോക്യുമെന്ററി ചിത്രം. മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ നവൽനി. നവൽനി എന്നാണ് പേര്, നവൽനി. കേട്ടോ, മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പേരെന്താണ്? നവൽനി. നവൽനി. ഈ ഡോക്യുമെന്ററി ചിത്രം എന്ന് പറയുമ്പോൾ എലഫന്റ് വിസ്പറേഴ്സ് എന്നൊക്കെ ചിലർക്ക് ഓർമ്മ വരും, അങ്ങനെ പറയല്ലേ. മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പേര് നവൽനി എന്നാണ്. നവൽനി എന്നാണ്. നവൽനി. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞാലേ മികച്ച ഡോക്യുമെന്ററി ചിത്രം നവൽനിയാണ്. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം, മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം ഏത്? അതിന്റെ പേരാണ് സുഹൃത്തുക്കളെ, മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രത്തിന്റെ പേരാണ് ദ എലഫന്റ്. ദ എലഫന്റ് വിസ്പറേഴ്സ്. ദ എലഫന്റ് വിസ്പറേഴ്സ്. ദ എലഫന്റ് വിസ്പറേഴ്സ്. ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം തമിഴ്നാട്ടിലാണ് ചിത്രീകരിക്കുന്നത്. ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമായ ദ എലഫന്റ് വിസ്പറേഴ്സ് ചിത്രീകരിക്കുന്നത് തമിഴ്നാട്ടിലെ മുതുമലൈ നാഷണൽ പാർക്കിലാണ്. കേട്ടോ, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് സംവിധാനം ചെയ്തത് ദ എലഫന്റ് വിസ്പറേഴ്സ്, ഇന്ത്യയിലേക്ക് ഓസ്കാർ കൊണ്ടുവന്ന ചിത്രമാണ് ദ എലഫന്റ് വിസ്പറേഴ്സ്. ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം ദ എലഫന്റ് വിസ്പറേഴ്സ്. സംവിധാനം ചെയ്ത ആളുടെ പേര് കാർത്തികി. കാർത്തികി ഗോൺസാൽവസ്. കേട്ടോ, കാർത്തികി ഗോൺസാൽവസ്. സംവിധാനം ചെയ്ത ആളുടെ പേര് കാർത്തികി ഗോൺസാൽവസ്. കാർത്തികി ഗോൺസാൽവസ് എന്നാണ് പേര്. കാർത്തികി ഗോൺസാൽവസ്. കാർത്തി എന്ന പേര് അറിയാലോ, തമിഴ്നാട്ടിൽ നമ്മളൊരു സിനിമ ഉണ്ട് കാർത്തി, അല്ലെ, സൂര്യയുടെ അനിയനാണ് കാർത്തി. അപ്പൊ കാർത്തികി ഗോൺസാൽവസ്. കിട്ടിയോ? കാർത്തികി ഗോൺസാൽവസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദ എലഫന്റ് വിസ്പറേഴ്സ് എന്ന ചിത്രം. അപ്പോ രണ്ട് ഓസ്കാർ ഈ പ്രാവശ്യം ഇന്ത്യയിലോട്ട് വന്നു. ഒന്നാണ് ദ എലഫന്റ് വിസ്പറേഴ്സ്. ഇനി അടുത്തത് മികച്ച ആനിമേറ്റഡ് ചിത്രം. മികച്ച ആനിമേറ്റഡ് ചിത്രം. മികച്ച ആനിമേറ്റഡ് ചിത്രത്തിന്റെ പേരാണ് പിനോക്കിയോ. മികച്ച ആനിമേറ്റഡ് ചിത്രത്തിന്റെ പേരാണ് പിനോക്കിയോ. മികച്ച ആനിമേറ്റഡ് ചിത്രത്തിന്റെ പേരാണ് പിനോക്കിയോ. പിനോക്കിയോ. മികച്ച ആനിമേറ്റഡ് ചിത്രത്തിന്റെ പേര് പിനോക്കിയോ. ഈ പിനോക്കിയോ എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളാണ് ഗില്ലർമോ ഡെൽ ടൊറോ. പിനോക്കിയോ എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളുടെ പേര് ഗില്ലർമോ ഡെൽ ടൊറോ. ഗില്ലർമോ ഡെൽ ടൊറോ. കിട്ടിയോ? മികച്ച ആനിമേറ്റഡ് ചിത്രത്തിന്റെ പേരാണ് പിനോക്കിയോ. ഈ പിനോക്കിയോ എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളുടെ പേരാണ് ഗില്ലർമോ ഡെൽ ടൊറോ. ഗില്ലർമോ ഡെൽ ടൊറോ. ഗില്ലർമോ ഡെൽ ടൊറോ. പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്തത് മറ്റൊരു ഓസ്കാർ വീണ്ടും ഇന്ത്യയിലേക്ക്. അതേതാണ്? ഒറിജിനൽ സോങ്. ഒറിജിനൽ സോങ് നിങ്ങൾ കേട്ടായിരുന്നു? ആ പാട്ട് കേട്ടോ? നാട്ടു നാട്ടു അല്ലെ, നാട്ടുകൂത്ത് പാട്ട് കൂത്ത് കേട്ടില്ലേ? RRR അല്ലെ, RRR സിനിമ കണ്ടായിരുന്നു? RRR ഓസ്കാർ കൊണ്ടുവന്ന സിനിമയാണ്. ഇതിനകത്തെ പാട്ടിനാണ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കിട്ടുന്നത്. നാട്ടു അല്ലെ. RRR എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേര് SS രാജമൗലി. SS രാജമൗലി. നാട്ടു എന്ന പാട്ടിന് സംഗീതം നൽകിയത് MM കീരവാണി. അറിയായിരിക്കും അല്ലെ. ഈ ഗാനം രചിച്ചത് ചന്ദ്രബോസ് ആണ്. ചന്ദ്രബോസ്. നാട്ടു എന്ന പാട്ട് രചിച്ചത് ചന്ദ്രബോസ് ആണ്. സംഗീതം നൽകിയത് MM കീരവാണി ആണ്. ഏത് സിനിമ? RRR. അത് സംവിധാനം ചെയ്തത് SS രാജമൗലി. സോ ഇത്രയും കാര്യങ്ങൾ 2023 ഓസ്കാറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഫാക്ടുകളാണ്. 95ാമത്തെ ഓസ്കാർ പുരസ്കാരം 2023മായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് വേറൊന്നുമല്ല, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഇനി നമ്മൾ പറയുന്നു ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം.
2023 പ്രഖ്യാപിച്ചത് എത്രാമത്തെ ഗോൾഡൻ ഗ്ലോബ് ആണ്? അവിടുന്ന് നമുക്ക് തുടങ്ങാം അല്ലെ. ഓസ്കാർ 95 എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ പഠിക്കുന്നു എത്രാമത്തെ ഗോൾഡൻ ഗ്ലോബ് ആണ് 2023 പ്രഖ്യാപിച്ചത്? 80ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 80ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചത്. 80ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചത്. ഈ ഗോൾഡൻ ഗ്ലോബ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ. ഒരു സെറ്റ് ഇതിങ്ങനെ പഠിക്കൂ. രണ്ടാമത്തെ സെറ്റ് ഇങ്ങനെ പഠിക്കൂ. രണ്ട് സെറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. ഒന്ന് ഡ്രാമ വിഭാഗത്തിൽ, മറ്റൊന്ന് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ. സോ ഗോൾഡൻ ഗ്ലോബ് കൊടുക്കുന്നത് ഒന്ന് ഡ്രാമ വിഭാഗത്തിലാണ്, മറ്റൊന്ന് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലാണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023 നമ്മൾ നടനെ പഠിക്കും, നടിയെ പഠിക്കും, സിനിമ പഠിക്കും. എവിടെ? ഡ്രാമ വിഭാഗത്തിൽ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ നമ്മൾ നടനെ പഠിക്കും, നടിയെ പഠിക്കും, സിനിമ പഠിക്കും. ഓക്കെ, അപ്പൊ 6 സെറ്റ് ആകാം. ശ്രദ്ധിക്കൂ. ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടൻ ഓസ്റ്റിൻ ബട്ട്ലർ. നടിയുടെ പേര് ക്യാറ്റ് ബ്ലാൻചെറ്റ്. ഇനി മികച്ച സിനിമയുടെ പേര് ദ ഫാബിൾമാൻസ്. ശ്രദ്ധിക്കൂ. നടൻ, നടി, സിനിമ, ഡ്രാമ വിഭാഗത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കാനായിട്ട്, നടനെ ഓർത്തിരിക്കാനായിട്ട് ജസ്റ്റ് AB നോർക്കൂ. ABCD നമ്മൾ പഠിക്കാറുണ്ട്. ABCD EFG HIJK LMNP അങ്ങനെയൊക്കെ പഠിക്കാറില്ലേ? ശ്രദ്ധിക്കൂ. ABC. നടൻ AB ആണെങ്കിൽ നടി CB. കണ്ടോ? നടൻ AB, നടി CB. അതെന്താ? നടന്റെ പേര് ഓസ്റ്റിൻ ബട്ട്ലർ, നടി CB ക്യാറ്റ് ബ്ലാൻചെറ്റ് അല്ലെ. ക്യാറ്റ് ബ്ലാൻചെറ്റ് എന്നുള്ള പേരൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൂച്ചയെ വിളിക്കുന്ന പേര് അല്ലെ. വീട്ടില് പൂച്ചയെ വിളിക്കത്തില്ലേ? പൂച്ചേ അല്ലെ. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് വിളിക്കും? ക്യാറ്റേ എന്ന് വിളിക്കണം. ക്യാറ്റേ. കണ്ടോ? ക്യാറ്റേ ബ്ലാൻചെറ്റ്. പൂച്ചേ ക്യാറ്റേ ചെറ്റ് അല്ലെ. ക്യാറ്റെ ബ്ലാൻചെറ്റ് കിട്ടിയോ? ഓസ്റ്റിൻ ബട്ട്ലർ, ക്യാറ്റെ ബ്ലാൻചെറ്റ്. സിനിമയുടെ പേര് ഫാബിൾമാൻസ്. അപ്പൊ ഇവിടെ പഠിച്ചത് ഡ്രാമ വിഭാഗം. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലേക്ക് വരട്ടെ. മ്യൂസിക്കൽ കോമഡി, അവിടെ മികച്ച നടന്റെ പേര് കോളിൻ ഫാരൽ. കൂളിംഗ് അല്ല കേട്ടോ, കോളിൻ ഫാരൽ. നടന്റെ പേര് കോളിൻ ഫാരൽ എന്നാണ്. FARREL ഫാരൽ. കോളിൻ ഫാരൽ. നടിയുടെ പേര് മറ്റേ മിയ അല്ലെ, മിഷേൽ യോ. കോളിൻ ഫാരൽ നടൻ, നടി മിഷേൽ യോ. മികച്ച ചിത്രമാണ് ദ ബാൻഷീസ് ഓഫ് ഇൻഷെറിൻ. കണ്ടോ? ദ ബാൻഷീസ് ഓഫ് ഇൻഷെറിൻ. അപ്പോ നടന്റെ പേര് കോളിൻ ഫാരൽ, നടിയുടെ പേര് മിഷേൽ യോ. ചിത്രത്തിന്റെ പേര് ദ ബാൻഷീസ് ഓഫ് ഇനിഷറിൻ. സോ ഡ്രാമ വിഭാഗമായി, മ്യൂസിക്കൽ കോമഡി വിഭാഗമായി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023. ഇനി ശ്രദ്ധിക്കൂ. 1-2 കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയ മികച്ച സംവിധായകനാണ് സ്റ്റീവൻ സ്പിൽബർഗ്. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയ മികച്ച സംവിധായകനാണ് സ്റ്റീവൻ സ്പിൽബർഗ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദ ഫാബിൾമാൻസ് എന്ന ചിത്രം. ദ ഫാബിൾമാൻസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ്. മികച്ച ആനിമേറ്റഡ് ചിത്രം പിനോക്കിയോ സംവിധാനം ചെയ്ത ആളുടെ പേര് ഗില്ലർമോ ഡെൽ ടൊറോ. അപ്പോ സംവിധായകനായി ആനിമേറ്റഡ് ചിത്രം. ഒറിജിനൽ സോങ് നാട്ടു അല്ലെ, നമ്മുടെ നാട്ടുകൂത്ത്. കേൾക്കാൻ തോന്നുന്നുണ്ടോ? യൂട്യൂബിൽ പോയി കേട്ടോ. മികച്ച ഒറിജിനൽ സോങ് നാട്ടു അല്ലെ. ആരാണ് സംഗീതം? MM കീരവാണി.
ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന പാട്ടാണ് നാട്ടു നാട്ടു എന്ന ഗാനം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗോൾഡൻ ഗ്ലോബ്, അതിന് മുമ്പ് പറഞ്ഞത് ഓസ്കാർ. ശ്രദ്ധിക്കൂ, ബാഫ്റ്റ. ഇനി അടുത്തത് പറയുന്നു ബാഫ്റ്റ. അടുത്തത് പറയുകയാണ് ബാഫ്റ്റയെ കുറിച്ച്. ബാഫ്റ്റ എന്ന് കേൾക്കാത്തവർക്ക് ഞാൻ അതിന്റെ പൂർണ്ണരൂപം പറഞ്ഞു തരട്ടെ. ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നാണ് പൂർണ്ണരൂപം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ്. ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ്, അതാണ് ബാഫ്റ്റയുടെ പൂർണ്ണരൂപം. ഇനി ഇവിടെ നോക്കൂ, നടന്റെ പേര് AB, നടിയുടെ പേര് CB. അത് തന്നെ, ഇവിടുത്തെ തന്നെ. നടൻ ഓസ്റ്റിൻ ബട്ട്ലർ, നടി കാറ്റെ ബ്ലാഞ്ചറ്റ് അല്ലെ? കാറ്റെ എന്ന് വിളിക്കുന്ന ആലോചിച്ചു. കാറ്റെ ബ്ലാഞ്ചറ്റ്. മികച്ച ചിത്രത്തിന്റെ പേര് ഇവിടെ പഠിച്ചതാണ്. ഏത്? ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. നമ്മൾ ഓസ്കാർ പഠിച്ചപ്പോൾ മികച്ച വിദേശ ഭാഷാ ചിത്രം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മൻ ചിത്രമാണ്. ഏത്? ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഇവിടെ മികച്ച ചിത്രം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഇത് സംവിധാനം ചെയ്തത് എഡ്വേർഡ് ബർഗർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എഡ്വേർഡ് ബർഗർ, ഇവിടുത്തെ മികച്ച സംവിധായകൻ എഡ്വേർഡ് ബർഗർ. ഇനി ഇവിടെ നമ്മൾ ഡോക്യുമെന്ററി ചിത്രം നവൽനി എന്ന് പഠിച്ചതുപോലെ ഇവിടുത്തെ ഡോക്യുമെന്ററി ചിത്രം നവൽനി. ഇവിടെ നമ്മൾ ആനിമേറ്റഡ് ചിത്രം പിനോക്കിയോ എന്ന് പഠിച്ചു. ഇവിടെയും ആനിമേറ്റഡ് ചിത്രം പിനോക്കിയോ. സോ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ബാഫ്റ്റ പഠിക്കാൻ എളുപ്പമാണ്. ബാഫ്റ്റ പഠിക്കാൻ ഒന്നുമില്ല, പിന്നെ ഒന്നും എക്സ്ട്രാ പഠിക്കുന്നില്ല നമ്മൾ, അല്ലെ? എല്ലാം പഠിച്ച ആൾക്കാരും പേരുകളും ഒക്കെ തന്നെ. മികച്ച നടൻ ഓസ്റ്റിൻ ബട്ട്ലർ ഇവിടെ പഠിച്ചു. മികച്ച നടി കാറ്റെ ബ്ലാഞ്ചറ്റ് ഇവിടെ തന്നെ പഠിച്ചു. മികച്ച സിനിമ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ഓസ്കാർ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. അത് സംവിധാനം ചെയ്ത എഡ്വേർഡ് ബർഗർ, മികച്ച സംവിധായകൻ, അതും പഠിച്ചു. മികച്ച ഡോക്യുമെന്ററി ചിത്രം നവൽനി ഇവിടെ പഠിച്ചു. ഇവിടെയും നവൽനി അല്ലെ? ഇവിടെ മികച്ച ആനിമേറ്റഡ് ചിത്രം പിനോക്കിയോ, ഇവിടെയും ആനിമേറ്റഡ് ചിത്രം പിനോക്കിയോ. സോ ഇതെല്ലാം ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, റിവിഷനും എളുപ്പമായിരിക്കും. അതിലാണ് ഇത് ഒരുമിച്ച് ഇപ്പോ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഓസ്കാർ പുരസ്കാരം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, ബാഫ്റ്റ പുരസ്കാരം എന്നിവയെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇത് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്ത് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.